ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മൾ സിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ദീപാവലി എന്ന് പറഞ്ഞാൽ 5 ദിവസമാണ് സെലിബ്രേഷൻ. അപ്പോൾ ഇവിടെ അധികം റഷൊന്നുമില്ല, സിറ്റിയിൽ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. ഈ കാണുന്ന പൊക്രയിലെ ഫേവ ലേക്കിനടുത്തുള്ള ടൗണാണ്. ഇവിടെ ഏരിയ മൊത്തം നല്ല ക്ലീനാണ്. അതുപോലെ ഇവിടെ റെസ്റ്റോറൻറ്റ്സും ക്ലോത്തിങ് ഐറ്റംസുമാണ് കൂടുതലുള്ളത്. ഇതൊരു മെഡിറ്റേഷൻ ഷോപ്പാണ്. അതുപോലെ ഇവിടെ കത്തി, കൊക്കരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കൊക്കരിക്ക് വന്നിട്ട് 1500 രൂപയാണ് റേറ്റ്. നമ്മുടെ വെട്ടുകത്തി പോലുള്ള ഒരു സംഭവമാണിത്. പല വെറൈറ്റിയിലുള്ളതുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കൊക്കരീസ്. അതുപോലെ ജുവൽസുകളുണ്ട്. ഒരു സൈഡിൽ വന്നിട്ട് ബുദ്ധിസ്റ്റുകൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്ന ബോൾസാണ്. ഈ ബോൾസിലൊരു സൗണ്ട് വരും, അതാണ് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ കൂടുതൽ കിട്ടുന്നത് മൊമോസാണ്. ചിക്കൻ മൊമോസ്, അതുപോലെ വെജിറ്റബിൾ മൊമോസ്. കൂടുതലും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് കൂടുതലുള്ള. ഡ്രസ്സുകളായാലും അതിലെ ഓർണമെൻറ്റ്സുകൾ. റേറ്റും കുറവാണ്. ഇവിടെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, കാറ് എല്ലാം ചൈനീസിൻ്റെയാണ്. അത് നമ്മുടെ ടിബറ്റൻ ബോർഡർ വഴിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ട്. ഇവിടെ സിറ്റിക്കകത്ത് തന്നെ ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്ത് നേപ്പാളി കറൻസി വാങ്ങാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത് ബാങ്കുകളും അതുപോലെ ഫോറൻസ് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടുള്ള ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്ന ഫേവ ലേക്കിലേക്കാണ്. ഈ ലേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ഐലൻഡ് പോലത്തെ ഒരു പ്ലേസിൽ ഒരു മന്ത്രമുണ്ട്. ടാൽബറായ് മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡെല്ലാം വലിയ കുന്നുകളാണ്, നല്ല മനോഹരമായിട്ടുള്ള. ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ബോട്ടിലാണ് ട്രാവൽ ചെയ്യേണ്ടത്. നേപ്പാളിലെ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസാണ് ഈ പൊക്രയിലെ ഈ ലേക്ക്. ഈ ഓപ്പോസിറ്റിലുള്ള കുന്നുകളെല്ലാം അന്നപൂർണ മൗണ്ടൻ റേഞ്ചിൻ്റെ കീഴിലാണുള്ളത്. കൂടുതലും സാധാ ബോട്ടുകളും സാധാ വള്ളവും അതുപോലെ പെഡൽ ബോട്ടുകളാണ് ഉള്ളത്. കുറച്ച് ദൂരമുള്ള നമുക്ക് ഐലൻഡിലേക്ക് എത്താൻ വേണ്ടി. നല്ല ഫ്രഷ് എയറായിട്ടുള്ള പ്ലേസാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നേ ഗ്രീൻ കളറിൽ കാണുന്ന സ്പോട്ടാണ് അമ്പലമുള്ള ഐലൻഡ്. ഇപ്പോൾ ഈവനിങ് ആയി. പൊക്രയിൽ നിന്ന് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. നമ്മൾ അടുത്ത നേപ്പാളിലെ പുതിയ വിഷ്വൽസുമായി വീണ്ടും കാണാം. കീപ് വാച്ചിങ്.